വചനം പറയാനായിട്ടുള്ള ഒരിക്കൽ കൂടി ദൈവവചനം പറയാനായിട്ടുള്ള ഒരു അവസരം തന്നതിന് ഞാൻ വീണ്ടും ദൈവത്തിനോട് നന്ദി പറയുന്നു. ഹോപ്പ്ഫുൾ മിനിസ്റ്റേഴ്സിന് ഒന്നുകൂടെ നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി ദൈവത്തിന് വചനം പറയാനായിട്ട് ഒരു ചാൻസും കൂടി തന്നു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് രണ്ടാമത്തെ വട്ടം കൂടിയാണ് ഞാൻ വീണ്ടും അപ്രോച്ച് ചെയ്യുന്നത്. തുടക്കം തന്നെ ഞാൻ പറയാം, എനിക്ക് മലയാളം അറിയാൻ കുഴപ്പമില്ല, നന്നായിട്ട് സംസാരിക്കും. പക്ഷെ ചില വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മിസ്സായി പോകും. അപ്പൊ ഒന്ന് ചെറിയൊരു ഒരു ഇംഗ്ലീഷ് വാക്കൊക്കെ വരും. അപ്പം മമ്മി ആയിരിക്കും ഞാൻ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നിൽക്കുന്നത്. ബട്ട് ഹോപ്പ്ഫുള്ളി നമ്മൾ ദൈവത്തിന് വചനം പറയുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ലാതെ എല്ലാവർക്കും മനസ്സിലാവും. കാരണം നമ്മൾ ഉള്ളിൽ നിൽക്കുന്നത് സ്പിരിറ്റ്, ദൈവത്തിന്റെ ഹോളി സ്പിരിറ്റ് ആണ്. ഇപ്പൊ ഏത് ഭാഷയാണെങ്കിലും ഒരു കുഴപ്പമില്ല. നമ്മളെ ഹിറ്റിന്റെ ആ വാക്കാണെങ്കിൽ എത്ര ആണെങ്കിൽ പോലും അത് നമ്മളിൽ അറിഞ്ഞിരിക്കും. നമ്മൾ ഇന്നിപ്പോ ഒരു അരമണിക്കൂർ 2 മണിക്കൂർ പ്രസംഗം ചെയ്താൽ ഒരു കാര്യമില്ല. പക്ഷെ ദൈവം നമ്മളോട് സംസാരിക്കാൻ പോകുന്ന ആ ഒറ്റ വാക്കിലാണെങ്കിൽ ആ ഒറ്റ വാക്ക് മതി നമ്മൾ ഇന്ന് ടച്ച് ചെയ്യാനായിട്ട്. ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന ഒരു വചനം എന്ന് പറയുമ്പം ജോൺ 11. ഞാൻ മെസ്സേജ് കയറുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മളിപ്പം എവിടെയെങ്കിലും നമ്മൾ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്കൂൾ സർട്ടിഫിക്കറ്റ് എവിടെയെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ, എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ റിലീജിയൻ എന്നൊരു കോളമുണ്ട്. ഈ റിലീജിയൻ എന്ന കോളത്തിൽ നമ്മൾ ധൈര്യമായിട്ട്, അതിപ്പോൾ ആരെയും നമ്മളോട് ചോദിക്കും എന്ത് റിലീജിയൻ എന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതി വെക്കും ധൈര്യമായിട്ട് ക്രിസ്ത്യൻ നമ്മൾ എഴുതി വെക്കും. ഒരു മടി കൂടാതെ, നമുക്കൊരു കുഴപ്പമില്ല, ക്രിസ്ത്യൻ എന്ന് നമ്മൾ എഴുതി വെക്കും. പക്ഷെ ഈ ക്രിസ്ത്യന്റെ കറക്റ്റ് മീനിങ് എന്താണെന്ന് നമുക്ക് ആരെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു പ്രോപ്പർ ഒരു സിമ്പിൾ ഒരു ഒരു പ്രശ്നത്തെ സിമ്പിൾ ഡെഫിനിഷൻ, വലിയ കോംപ്ലക്സ് ആയിട്ട് പോയത് ചെറിയ സിമ്പിൾ ഡെഫിനിഷൻ പറയുവാണെങ്കിൽ ക്രിസ്ത്യന്റെ അർത്ഥം എന്ന് പറയുമ്പോൾ, ഒരു ക്രിസ്ത്യൻ എന്താണെന്ന് അർത്ഥം പറയുമ്പോൾ ഫോളോവർ ഓഫ് ക്രൈസ്റ്റ്, യേശുവിനെ ഫോളോ ചെയ്യുന്ന ഒരാൾ, അതാണ് പ്രോപ്പർ ആയിട്ട് ഒരു ക്രിസ്ത്യന്റെ അർത്ഥം. പക്ഷെ ഈ ക്രിസ്ത്യൻസിനുള്ളിൽ തന്നെ 2 ടൈപ്പ് ഓഫ് ക്രിസ്ത്യൻസ് ഉണ്ട്. ഒന്ന്, ക്രിസ്ത്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നു, ക്രൈസ്റ്റിനെ ഫോളോ ചെയ്യുന്നു, അതെങ്ങനെയാ വാക്കും കൊണ്ട് മാത്രമേ ചിലവർ ഫോളോ ചെയ്യുന്നുള്ളൂ. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ക്രിസ്ത്യൻസ് ഉണ്ട്. ഈ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ക്രിസ്ത്യൻസ് എന്ന് പറയുമ്പോൾ അവർ ഫോളോ ചെയ്യുന്നത് പ്രവൃത്തിയും കൊണ്ടാണ്. ഐ മീൻ പ്രോപ്പർ ഇംഗ്ലീഷിൽ പറയുവാണെങ്കിൽ, ആർ യു എ ഫോളോ ഓഫ് ക്രൈസ്റ്റ് ജസ്റ്റ് ബൈ മൗത്ത് ഓർ ജസ്റ്റ് ബൈ ആക്ഷൻസ്? നമ്മൾ വാക്കും കൊണ്ടാണ് നമ്മൾ ക്രിസ്ത്യൻ ആണെന്ന് പറയുന്നത്, അത് നമ്മൾ നമ്മുടെ പ്രവൃത്തിയും കൊണ്ടാണ് ക്രിസ്ത്യൻ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഇന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മനസ്സിലാക്കേണ്ടത്. നമ്മൾ നമ്മളെ തന്നെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് എത്തണം. വെറുതെ ഒരു ക്രിസ്ത്യൻ ആണ് ക്രിസ്ത്യൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ വാക്കും കൊണ്ടാണോ അതോ പ്രവൃത്തിയും കൊണ്ടാണോ നമ്മൾ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞത്, അത് വേണം നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ. ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് ജോൺ ചാപ്റ്റർ 11 ആണ്. മീൻ അധികം പാസേജും വേഴ്സസും ഒന്നും ഞാൻ എടുക്കുന്നില്ല, ജസ്റ്റ് ഈസി ആയിട്ട് മാത്രമാണ് ഞാൻ പോകുന്നത്. ജോൺ ചാപ്റ്റർ 11, അതിന്റെ സ്റ്റാർട്ടിങ് ചാപ്റ്റർ ഫസ്റ്റ് വേഴ്സ് തന്നെ പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ലാസറസ് എന്ന ആള് അത്യാവശ്യം ഒന്ന് സിക്ക് ആയിട്ടിരിക്കുവാണ്. ഇന്നത്തെ മേരി ആൻഡ് മാർത്തനെ പറ്റിയാണ് പറയുന്നത്. നമ്മൾ ഇന്നത്തെ അവരെടുത്ത് പറയുന്നുണ്ട്. മേരിയെ പറ്റി പറയുവാണെങ്കിൽ ഇവൻ മുമ്പത്തെ ചാപ്റ്ററിൽ ഉള്ള സെയിം കോട്ടാണ്. ജീസസിനായിട്ട് ഒരു റെസ്പെക്ടിനോടെ നമ്മൾ ഒരു എക്സ്പെൻസീവ് ഓയിലൊക്കെ വെച്ചിട്ടാണ് ജീസസിന്റെ കാലൊക്കെ വാഷ് ചെയ്തത്. അപ്പം അവിടെ നമ്മളെ മുമ്പ് തന്നെ കാണിക്കുന്നുണ്ട് ജീസസിന്റെ ആ ഒരു ബോണ്ട്, ആ എന്തുമാത്രം അടുപ്പമുണ്ട് മേരി, മാർത്ത, ആ ലാസറസ് എന്ന ഫാമിലിയോട് എന്തുമാത്രം അടുപ്പമുണ്ട്. അപ്പം അത് ആദ്യമേ ആ ചാപ്റ്റർ കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലെ 6-ാം വാക്യം എത്തുമ്പോൾ, മമ്മി ഇപ്പൊ വായിക്കും മലയാളത്തില്. എന്നിട്ടും അവൻ ദീനമായി കിടക്കുന്നു എന്ന് കേട്ടാറേ, താൻ അന്ന് ഇരുന്ന സ്ഥലത്ത് 2 ദിവസം പാർത്തു. 7-ാം വാക്യം കൂടെ. അതിന്റെ ശേഷം അവൻ ശിഷ്യന്മാരോട്, നാം വീണ്ടും യഹൂദിലേക്ക് പോക എന്ന് പറഞ്ഞു. ഇവിടെ 6-ാം വാക്യത്തില് നമ്മളിപ്പം കാണുന്ന ഒരു സംഭവം എന്ന് പറയുമ്പോൾ, ലാസറസിന് ഒരു ട്രബിൾ ഉണ്ട്, ഒരു പനിയാണ്, ഐ മീൻ സിക്നെസ് ആണ് പറയുന്നത്, ദീനം എന്ന്. അപ്പൊ അവിടെ ദീനത്തോടെ ഇരിക്കുമ്പോൾ ദൈവം അത്രയും അടുപ്പത്തോടെ ഇരിക്കുന്ന ഒരു ദൈവം, ഒരു ജീസസ് ഇപ്പൊ അവിടെ എന്തുവാ, ഒരാൾ പ്രോബ്ലത്തിൽ ഇരിക്കുമ്പോൾ വീണ്ടും 2 ദിവസം കൂടെ സ്റ്റോപ്പ് ചെയ്യുവാണ്. ഓക്കെ, നമുക്ക് പിന്നെ പോവാം. ഇപ്പൊ ഞാനിപ്പം പറയും, ഇപ്പൊ എന്റെ പപ്പ അല്ലെങ്കിൽ മമ്മി, എനിക്കൊരു പ്രോബ്ലം ഉണ്ട്, ട്രബിൾ ഉണ്ട്, ഇപ്പൊ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇപ്പം ഹെൽത്ത് ആയിട്ടുള്ള വേണ്ട, ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒന്നും വേണ്ട, എനിക്കിതിൽ ട്രബിൾ ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഓൺ ദ സ്പോട്ട് തന്നെ എൻ്റെ അടുത്ത് എത്തുകയും വിളിക്കുക എന്തിലാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ദൈവത്തിന് അത്രയും അടുപ്പമുള്ള ഒരു ലാസറസിന് ഒരു സിക്നെസ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ദൈവം പറയുന്നത് ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും കഴിഞ്ഞ് നിന്നിട്ട് മാത്രം നമുക്ക് പോവാന്നുള്ള രീതിക്കാണ് നിൽക്കുന്നത്. അത് എന്തുകൊണ്ടായിരിക്കും? അവിടെ നേരത്തെ തന്നെ നമ്മൾ ഈ അതിന്റെ റീസൺ ശരിക്കും പറഞ്ഞാൽ 4-ാം വാക്യത്തിലാണ് പറയുന്നത്. യേശു അത് കേട്ടിട്ട്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവം പുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് അത്രേ എന്ന് പറഞ്ഞു. ഇവിടെ ലാസറസിന്, ലോകം ചിന്തിക്കുമ്പോൾ ലാസറസിന് ഒരു അസുഖമുണ്ട്, ഒരു ദീനമുണ്ട്. പക്ഷെ ദൈവത്തിന്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ആ ദീനം നാളെ
2000 വർഷം കഴിഞ്ഞിട്ടും ആ ദീനം ഇവിടെ സംസാരിച്ച് ലാസറസിന്റെ ഒരു ഉം, ഒരു റീബർത്ത് എന്ന രീതിക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറി ആയിട്ടാണ് ഇവിടെ മാറിപ്പെടുന്നത്. ഇപ്പൊ നമ്മുടെ പലവരുടെ സിറ്റുവേഷൻ വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഓരോ ട്രബിൾസ് ഉണ്ട്, പ്രോബ്ലംസ് ഉണ്ട്, ഓരോ ഡിഫിക്കൽട്ടീസ് ഒക്കെ ഉണ്ട്. ഓരോരോ പ്രോബ്ലംസ്, ഡിഫിക്കൽട്ടീസ് ഒക്കെ ഉണ്ട്. നമ്മൾ അപ്പോഴും ദൈവത്തിനോട് സംസാരിക്കും, പ്രാർത്ഥിക്കും, എന്തുകൊണ്ട് ദൈവമേ എൻ്റെ ആൻസറിന് ഒരു റിപ്ലൈ കിട്ടുന്നില്ല, എന്തുകൊണ്ട് ദൈവമേ എൻ്റെ ഒരു പ്രയറിന് റിപ്ലൈ കിട്ടുന്നില്ല, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ കഷ്ടപ്പെട്ടിരിക്കുന്നു, ഞാൻ ഫാസ്റ്റിംഗ് എടുക്കുന്നു, ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ എന്തുകൊണ്ട് എൻ്റെ ഒരു ആൻസറിന് അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രയർ റിക്വസ്റ്റിന് റിപ്ലൈ കിട്ടുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഈ ഒരു ഉത്തരം മാത്രമാണ് തരാനുള്ളത്. ഐ മീൻ നമ്മളെല്ലാവരും ഒരു ഇൻസ്റ്റന്റ് മാഗി അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് നൂഡിൽസ് എല്ലാവർക്കും കേട്ട പോലെ ഒരു ഇൻസ്റ്റന്റ് റിപ്ലൈ ഒരിക്കലും ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കില്ല. ഇന്ന് അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് ചിലപ്പം മന്ത്സ് കഴിഞ്ഞ് അത് എപ്പോഴാന്ന് എന്നോട് ചോദിക്കില്ലേ. ഈവൻ ലാസറസിന്റെ സിറ്റുവേഷനിൽ ജീസസ് കറക്റ്റ് ആയിട്ട് തന്നെ ജീസസ് എന്നെ ഒരു സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ജീസസ് തന്നെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് അവിടെ ഒരു റിപ്ലൈക്കായിട്ട് ലാസറസിന് ഹീലിംഗിനായിട്ട് വന്നത്. അതിനുള്ള റീസൺ നമുക്ക് കുറച്ച് ഈ ചാപ്റ്റർ എൻഡ് ആകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. കാരണം ആ ഒരു ആക്ഷൻ കാരണം മാത്രമാണ് ഇന്നും 2000 ഇയേഴ്സ് കഴിഞ്ഞിട്ടും നമ്മൾ ലാസറസിന്റെ സ്റ്റോറിയോട് സംസാരിക്കുന്നത്. ജീസസ് ആ സമയം ലാസറസ് സിക്കായി എന്നൊരു അറിവോടെ ഉടനെ ഓടിപ്പോയായിരുന്നെങ്കിൽ അത് നോർമൽ സ്റ്റോറി ആയിട്ട് മാറിയേനെ. ജീസസ് പോയി ഹീൽ ചെയ്തു, എല്ലാവരും പറയും ഓ അത് ലാസറസ് ഉറങ്ങിയിരിക്കുമായിരുന്നു, കുഴപ്പമില്ല, അപ്പൊ എണ്ണിപ്പിച്ചെന്നേ ഉള്ളെന്ന്. ആരും അത് വിശ്വസിക്കത്തില്ല. കുറെ മിറാക്കിൾസിൽ ഒരു മിറാക്കിളായിട്ട് മാറിയേനെ. ചിലപ്പോൾ ബൈബിൾ നോട്ട് ചെയ്യപ്പെടുത്തും കൂടി ഇല്ലായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ ആ ഒരു ആക്ഷൻ അന്ന് ആ ഒരു സമയത്ത് 2 ഡേയ്സ് കഴിഞ്ഞിട്ട് മാത്രം ഹീലിംഗ് ആണെന്ന് വിചാരിച്ചിട്ട് ദൈവത്തിന് നേരത്തെ അറിയുന്നു, പക്ഷെ ലോകക്കാർക്ക് ആർക്കും അറിയത്തില്ലായിരുന്നു. ആ ഒരു ഒറ്റ റീസണും കൊണ്ട് തന്നെയാണ് ഇന്ന് ഞാൻ ആ ലാസറസിന്റെ സ്റ്റോറി സംസാരിക്കുന്നത്. നമുക്കെല്ലാവർക്കും ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നമ്മൾ ഒരിക്കലും ഒരു പ്രശ്നത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഡൗട്ട് ചെയ്ത് എന്തുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആവുന്നത്, എന്തുകൊണ്ടാണ് ഡിലേ ആവുന്നത്, എന്താണ് റീസൺ. നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഇത്ര മാത്രമേ ഉള്ളൂ. ദൈവം വരും എന്ന് പറഞ്ഞാൽ വന്നിരിക്കും. പക്ഷെ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, പക്ഷെ എത്ര ലേറ്റായി വന്നാലും ഒരു കുഴപ്പമില്ല, പക്ഷെ ആ ദിവസം വന്നിരിക്കും. ആ ദിവസം എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു 2000 വർഷങ്ങളിൽ അടുത്ത ഒരു തലമുറ വരെ ഓർക്കാൻ പറ്റുന്ന ഒരു ദിവസമായിട്ടായിരിക്കും ദൈവം ആ ദിവസം മാറ്റുന്നത്. അത്രയും ദിവസം നമ്മൾ പ്രശ്നത്തിലായിരിക്കും, അത്രയും ദിവസം നമ്മൾ പറയാൻ പറ്റാത്ത പ്രോബ്ലത്തിലായിരിക്കും. നമ്മൾ ചോദിക്കും ദൈവം എവിടെ. ചില കാര്യത്തിലൊക്കെ അപ്പം ഓൺ ദ സ്പോട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. പക്ഷെ ചിലതൊക്കെ ആണെങ്കിൽ ഐ മീൻ പറയാൻ പോലും പറ്റത്തില്ല. ചിലതൊക്കെ ആണെങ്കിൽ പറയാൻ പോലും പറ്റത്തില്ല, നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ ആ വെയിറ്റിംഗിന് ഒരു റിസൾട്ടിനായിട്ട് ആണ് ലാസറസിന്റെ സ്റ്റോറി. ആ ഒരു സ്റ്റോറി നമുക്കും എല്ലാവർക്കും ഒരു ചാൻസും കൂടെ ഉണ്ട്. അപ്പൊ നമ്മൾ വേണം ചിന്തിക്കാൻ നമ്മുടെ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ നിൽക്കാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു പ്രോബ്ലത്തിൽ, ലാസറസിന്റെ പ്രോബ്ലത്തിൽ മാർത്ത ആൻഡ് മേരിയാണ് അവര് അണ്ടർഗോ ചെയ്തത്. അവര് ആ ഒരു പ്രോബ്ലത്തിൽ മാർത്ത ആൻഡ് മേരിയാണ് ഇങ്ങനെ പ്രശ്നത്തോട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഇവിടെ എനിക്ക് മാർത്തേന്റെ ഒരു ആക്ഷനാണ് കൂടുതലും ഇഷ്ടപ്പെട്ടത്. നമ്മൾ നോക്കുവാണെങ്കിൽ മാർത്തയുടെ വേഴ്സ് 20 വായിച്ചാൽ മനസ്സിലാവും. യേശു വരുമെന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിരേൽപ്പാൻ ചെന്നു, മറിയയോ വീട്ടിലിരുന്നു. അപ്പം ഇവിടെ മാർത്ത ജീസസിന് വരുന്നു എന്ന് റെസ്പോൺസ് കേട്ടു. അവിടെ ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവരെല്ലാവരും വീട്ടിലായിരുന്നു. ഇവരുടെ വീട്ടിലാണെങ്കിൽ ഇപ്പം ലാസറസ് ഓൾറെഡി മരിച്ചു, ടോംബിലായി അടക്കപ്പെട്ടു, ഓൾറെഡി 2-4 ദിവസം കഴിഞ്ഞു. ഇത്രയും നേരമായിട്ടും അവിടെ വീട്ടിൽ അവരെ ആശ്വസിപ്പിക്കാനായിട്ട് കുറച്ച് ആൾക്കാരായിട്ട് അവിടെ ഇരിക്കുവാണ്. ആ ആൾക്കാരെ പറ്റി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അപ്പൊ അവിടെ ഇങ്ങനെ കുറച്ച് ആൾക്കാരായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്, അവരെ ആശ്വസിപ്പിക്കാനായിട്ട്, കുഴപ്പമില്ല, മീൻ സങ്കടം വരാതിരിക്കാനായിട്ട്. ആ സമയത്ത് മാർത്ത ജീസസിന്റെ വരവ് കേട്ടപ്പോൾ അത് എടുത്തു പറയുന്നുണ്ട്, ജീസസിലോട്ട് ഓടി. ജീസസ് വരുന്നവരെ വെയിറ്റ് ചെയ്തില്ല, മാർത്ത ജീസസിലേക്ക് അങ്ങോട്ട് ഓടി. അതാകുമ്പം അവർ ആ ഒരു ദുഃഖത്തിലും പ്രശ്നത്തിലും നിൽക്കുമ്പോഴും അവർ ജീസസിന്റെ വാക്ക്, ജീസസിന്റെ സംസാരം, ജീസസിന്റെ ശബ്ദം കേട്ടപ്പം അവരാണ് ജീസസിലേക്ക് ഓടിപ്പോയത്. ജീസസ് ഇവിടെ എത്തുന്നവരെ അവർ വെയിറ്റ് ചെയ്തിട്ടില്ല. നെക്സ്റ്റ് വേഴ്സ് വായിക്കുമ്പം 21. മാർത്ത യേശുവിനോട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. 22. ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. ഇവിടെ മാർത്തിന്റെ ആ ഒരു വിശ്വാസമാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ മാർത്ത ഒരു ക്രിസ്ത്യൻ എന്ന് പറയാൻ മാത്രമല്ല, ആ ക്രിസ്ത്യൻ എന്ന് വാക്കും കൊണ്ട് പറയുകയും ചെയ്തു, ഞാൻ ഒരു ക്രിസ്ത്യനാണ്, ഫോളോവർ ഓഫ് ക്രൈസ്റ്റ് എന്ന രീതിക്ക്. ഇവിടെ മാർത്ത നോക്കുവാണെങ്കിൽ മാർത്ത ചെയ്ത് എന്തോ, ദൈവം എത്തുമ്പോൾ തന്നെ ദൈവത്തിനോട് പറയുവാണ്, എവിടെയായിരുന്നു നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു നിങ്ങൾ ഹീൽ ചെയ്യുന്നത്. എന്നിട്ട് വീണ്ടും ഒരു വാക്കും കൂടെയാണ് പറയുന്നത്. ഐ മീൻ ലാസ്റ്റ് 22. ഇപ്പോഴും നീ ദൈവത്തോട്
എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. ഇവിടെ അതാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇപ്പോഴും അവര് വിശ്വസിക്കുന്നുണ്ട്. ലാസറസ് മരിച്ചു, എല്ലാം കഴിഞ്ഞു, എന്നിട്ട് ഇപ്പോഴും അവർ വിശ്വസിക്കുന്നുണ്ട് ദൈവം ഇനിയും അവർക്ക് മിറാക്കിൾ ചെയ്യാൻ പറ്റുന്നു. അതാണ് അവിടെ ഒരു വിശ്വാസം. അവരുടെ വിശ്വാസം വാക്കും കൊണ്ടാണ് പറയുന്നത്. അപ്പൊ നെക്സ്റ്റ് വാക്കില് യേശു യേശു അവളോടെ നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഇതാണ് ജീസസിന്റെ റിപ്ലൈ. നിങ്ങളുടെ സഹോദരനെ ഉയർത്തിനിൽക്കുന്നത്. എന്നിട്ട് പിന്നെ അവർ അടുത്ത 2-3 വാക്യങ്ങളിൽ അവർ പറയുന്നത് റിസറക്ഷനെ പറ്റിയാണ്. എന്നിട്ട് ദൈവം ജീസസ് മാർത്തയുടെ ആ ഒരു ഫെയ്ത്ത്, വാക്കും കൊണ്ട് പറഞ്ഞ ഫെയ്ത്ത് ഒന്ന് കൺഫേം ചെയ്യാൻ, ഒന്ന് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ശരിക്കും ഇവർ ഇതാണോ പറയുന്നത് കൺഫേം ചെയ്യാൻ, ഞാനാണ് യേശു സൺ ഓഫ് ഗോഡ് എന്ന്, ജീസസ് സൺ ഓഫ് ഗോഡ് എന്ന് പറയാനായിട്ട് കൺഫേം ചെയ്യുന്ന രീതിക്കുള്ള ഒരു ആൻസർ ആണ് ജീസസിന് വേഴ്സ് 27 കിട്ടിയത് മാർത്തയുടെ നിന്ന്. അവൾ അവനോട് കർത്താവേ, ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോയി. ഇവിടെ ആ വാക്കിനാണ് ജീസസ് വെയിറ്റ് ചെയ്തത്. ജീസസ് അവിടെ മിറാക്കിൾ പെർഫോം ചെയ്യാൻ തന്നെയാണ് വന്നത്. ലാസറസ് മരിച്ചെന്ന് അറിഞ്ഞു, 2 ദിവസം വെയിറ്റ് ചെയ്തു, എന്നിട്ടും വീണ്ടും എത്തി. എന്നിട്ട് മാർത്ത ഓടി എത്തിയപ്പോൾ തന്നെ ഞാൻ ഇപ്പൊ ഹീൽ ചെയ്യാന്നൊന്നും ദൈവം പറഞ്ഞിട്ടില്ല, ജീസസ് പറഞ്ഞിട്ടില്ല. ജീസസിന് അറിയണമായിരുന്നു എന്തുമാത്രം വിശ്വാസം മാർത്തയുടെ ഉണ്ടെന്ന് ദൈവത്തിന് കറക്റ്റായിട്ട് അറിയണമായിരുന്നു. അത് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ പറയണമെങ്കിൽ നമ്മൾ അത് പറഞ്ഞേ പറ്റുള്ളൂ. അത് ദൈവം നമ്മളെ കൊണ്ട് വെയിറ്റ് ചെയ്യിപ്പിക്കും. നമ്മൾ പറയുന്ന വരെ നമുക്ക് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, നമ്മൾ വായും കൊണ്ട് അവസാനം പറയണം. അതിന് ജീസസ് വെയിറ്റ് ചെയ്യണമെങ്കിൽ ജീസസ് വെയിറ്റ് ചെയ്ത് തന്നെ ഇരിക്കും. പക്ഷെ മാർത്ത 1 വട്ടം അല്ലെ 2 വട്ടം കറക്റ്റായിട്ട് പറയുകയും ചെയ്തു, ഇല്ല യു ആർ ദ സൺ ഓഫ് ഗോഡ് എന്ന് എടുത്ത് പറയുകയും ചെയ്തു. ഈ ചാപ്റ്ററിന്റെ 10th ചാപ്റ്ററിൽ 9th ചാപ്റ്റർ നോക്കുമ്പോൾ ജീസസിനെ യഹൂദന്മാർ കല്ലെടുത്ത് എറിയാൻ തന്നെയാണ് നോക്കിയത് ദൈവം ഈ കാര്യം പറഞ്ഞപ്പോൾ, നിങ്ങളല്ല എന്ന് പറഞ്ഞപ്പോൾ. അപ്പം ആ ഒരു സാഹചര്യത്തിലാണ് മാർത്ത പറയുന്നത് യെസ് യു ആർ ദ സൺ ഓഫ് ഗോഡ് എന്ന രീതിക്ക്. അപ്പൊ ഇതേ സിറ്റുവേഷൻ ഞാനിപ്പം ഇങ്ങനെ ഈ ഒരു പാസേജ് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ഞാൻ ഈ പാസേജ് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഒറ്റ ഒരു പോയിന്റ് ആണ് സ്ട്രൈക്ക് ചെയ്തത്. അത് ഞാൻ ഇപ്പുറത്തോട്ടൊന്ന് ടച്ച് ചെയ്യുവാണെങ്കിൽ ഈ വേഴ്സ് 37 എടുക്കുവാണെങ്കിൽ, വേഴ്സ് 37 ചിലരോ കുരുടന്റെ കണ്ണ് തുറന്ന ഇവനെയും മരിക്കാതിരിക്കുവാൻ കഴിഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. അപ്പം ഇത് ജ്യൂസ് ആണ് പറയുന്നത്. ഇവർ പറയുന്നത് വെച്ചാൽ ഈ ചാപ്റ്റർ 9ലും നമ്മൾ 10ലും ഒക്കെ നോക്കുമ്പോൾ ജീസസ് ഒരു ബ്ലൈൻഡ് മാനിനെ ഹീൽ ചെയ്തു. അപ്പൊ ആ ബ്ലൈൻഡ് മാനിനെ ഹീൽ ചെയ്ത ഒരു ജീസസിനെ എന്തുകൊണ്ട് ലാസറസിനെ സേവ് ചെയ്യാൻ പറ്റിയില്ല, എന്തുകൊണ്ട് ലാസറസിനെ ആ ഒരു മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ പറ്റിയില്ല എന്നൊരു ചോദ്യമാണ് അവിടുത്തെ യഹൂദന്മാർ ചോദിക്കുന്നത്. ഇപ്പം ഇന്നത്തെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പം ആ സമയത്ത് നോക്കുമ്പം ലാസറസ് മരിച്ചു. മാർത്ത ആൻഡ് മേരിയുടെ വീട്ടിൽ കുറെ ആൾക്കാരാണ് കൂടി തെങ്ങിയിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ വായിച്ചുകൊണ്ട് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി വെച്ചാൽ ചാപ്റ്റർ 9ഉം 10ലും ഉള്ള യഹൂദന്മാർ ജ്യൂസ് തന്നെയാണ് ഇപ്പോൾ ഉള്ള ജ്യൂസ്. ഏത് ജ്യൂസാണോ കല്ലെടുത്ത് ജീസസിനെ എറിയാൻ നോക്കിയത് അതേ ജ്യൂസാണ് ഇപ്പം ജീസസിനെ കണ്ടപ്പം ചോദിക്കുന്നത്, എന്തുകൊണ്ട് ആ ഒരു ബ്ലൈൻഡ് മാനിനെ കണ്ടപ്പം ഹീൽ ചെയ്യാൻ പറ്റാത്ത ഹീൽ ചെയ്യാൻ പറ്റിയ ഒരാൾക്ക് എന്തുകൊണ്ടാണ് ലാസറസിനെ സേവ് ചെയ്യാൻ പറ്റാഞ്ഞത്. അപ്പൊ ഇത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് വെച്ചാൽ ഈ മേരി ആൻഡ് മാർത്തയുടെ വീട്ടിൽ ഇരുന്ന ആൾക്കാര് ശരിക്കും പറഞ്ഞാൽ അവരെ അവരെ വിഷമത്തിൽ നിന്ന് കൺസോൾട്ടേഷൻ അല്ലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഒരു കാര്യം പറയുമ്പോൾ നമ്മളൊരു മരണ വീട്ടിൽ പോകുമ്പോൾ ആശ്വസിപ്പിക്കുകയല്ല ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ ശരിക്കും പറഞ്ഞാൽ ഓരോ കുത്തുവാക്കുകളും കൊണ്ട് എറിയുമായിരുന്നു ചെയ്തത്. കുത്തുവാക്കുകൾ കൊണ്ടുവന്ന എനിക്ക് തന്നെ ഇരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി ചിലപ്പോൾ ഇതൊക്കെ ആയിരിക്കും ചോദിച്ചത്, നിങ്ങൾ വലിയ കാര്യത്തിൽ ദൈവത്തിനെ വിശ്വസിക്കുന്നു, കർത്താവ് എന്ന് പറയുന്നു, വലിയ തൈലം കൊണ്ട് കാലുകൾ കഴുകി, എന്നിട്ട് ഇപ്പൊ എവിടെ നിങ്ങളുടെ ദൈവം? ഇത്രയും വലിയ പ്രശ്നമായിട്ട് പോലും ലാസറസിന് ഇത്ര അടുത്ത ആളായിട്ട് പോലും എന്തിയെ നിന്റെ ദൈവം? കുരുടനെ ബ്ലൈൻഡ് മാനെ ഹീൽ ചെയ്യാൻ പറ്റിയ ഒരു ദൈവം എന്ത് ഇപ്പൊ എവിടെ പോയി? അങ്ങനെ ഓരോ ക്വസ്റ്റ്യനും കൊണ്ട് ചോദിച്ചുകൊണ്ടിരുന്ന് അവരെ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ യേശുവിനെ കല്ലെടുത്ത് എറിഞ്ഞ പോലെ അവരെ മേരിയൻ മാർത്തിനെ കല്ലല്ല എറിഞ്ഞത്, വായും കൊണ്ട് ഓരോ കല്ലുകളാണ് എറിഞ്ഞത്. എവിടെ പോയി നിങ്ങളുടെ ദൈവം? നിങ്ങൾ എവിടെയാണ്? എന്ത് പറ്റി? അങ്ങനെ ഓരോ ചോദ്യം ചോദിച്ച് അവരിങ്ങനെ ടോർമെന്റ് ചെയ്ത് അങ്ങനത്തെ ഒരു ട്രബിൾ സിറ്റുവേഷനിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം അതുകൊണ്ട് ഞാൻ ആ റീസൺ പറയാനുള്ള റീസൺ പറയുമ്പോൾ നമ്മള് വാക്യം 28ഉം 9ലും ഒന്ന് വായിച്ചാൽ മതി. തന്റെ സഹോദരിയായ മറിയയെ സ്വകാര്യമായി വിളിച്ച് ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. അവൾ കേട്ട ഉടനെ എഴുന്നേറ്റ് അവന്റെ അടുക്കൽ വന്നു. അപ്പൊ കേട്ട ഉടനെ എണീച്ച് ഓടുമായിരുന്നു മേരി. ആദ്യം മാർത്ത ജീസസിനെ എൻകൗണ്ടർ ചെയ്തു. അത് കഴിഞ്ഞ് 2 മൈൽ അപ്പുറത്താണ് അവർ പറയുന്നത് അവരുടെ വീട്ടിൽ നിന്ന്. അപ്പം അത് കഴിഞ്ഞിട്ട് തന്നെ മേരി ഈ സംഭവം കേൾക്കുമ്പം അതും കേട്ട പാടെ എണീച്ച് ഓടുമായിരുന്നു.
ഇത് അപ്പുറത്തിരിക്കുന്ന ആൾ ഞാൻ ഇപ്പൊ ഒന്ന് പോയിട്ട് വരാമെന്നൊന്നും പറയുന്നില്ല. അവിടുത്തെ ഇരിക്കുന്ന ആൾക്കാർ തന്നെ ബൈബിൾ വേഴ്സ് വായിക്കുന്നു, തമ്മിൽ പറയുന്നില്ല. ആ ബൈബിൾ വേഴ്സ് വായിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, ഓക്കെ ചിലപ്പോൾ ലാസറസിനെ ഓർത്ത് സങ്കടപ്പെട്ട് ആ ടൂമ്പിൽ പോയി കരയാനായിരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അവരോട് പോലും പറയാതെ മേരി ഒറ്റൊരു ഓട്ടമാണ് ജീസസിലേക്ക്. അപ്പം ഇതിനകത്ത് നമ്മൾ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പം അവരുടെ വീട്ടില് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അവിടെ വീട്ടിൽ ആരൊക്കെയാണോ അവിടെ വന്നത്, അവരെ സമാധാനിപ്പിക്കാൻ പറഞ്ഞ ആരൊക്കെ വന്നിട്ടുണ്ടോ അവരൊട്ടും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. കാരണം സമാധാനം എന്ന പേരിൽ അവർ വരുവാണെങ്കിൽ പോലും ഓരോ കുത്തുവാക്കും കൊണ്ടും ഓരോ പ്രശ്നവാക്കും കൊണ്ടാണ് വരുന്നത്. ഇപ്പൊ നമ്മൾ നാട്ടിലൊരു സാഹചര്യം വെച്ച് പറയുവാണെങ്കിൽ, ഞാൻ കേട്ടതാണ്, ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം ഒരു അസുഖമുള്ള ഒരാളുടെ വീട്ടിൽ ഞാൻ കേട്ട കഥകളാണ്. ഇപ്പൊ ഒരു അസുഖമുള്ള ഒരു വീട്ടില് ചില ആൾക്കാർ പോവുകയാണെങ്കിൽ അവരിരുന്ന് പറയുന്ന കേൾക്കുമ്പം, അയ്യോ അച്ചായ ഇതുപോലത്തെ ഒരു അസുഖം എൻ്റെ കുടുംബത്തിൽ ഇന്ന ഏതോ ഒരാൾക്കുണ്ടായി, ആ ആൾ ഇതുപോലെയാണ് ഇരുന്നത്, ഒന്നും പറയാനില്ല, ഒരു 5 ദിവസം കഴിഞ്ഞപ്പോൾ ഇതുപോലെ ദൈവത്തിലേക്ക് അങ്ങ് ഏറ്റെടുത്ത് പോയി എന്നൊക്കെ പറയും. അപ്പൊ അച്ചായ അങ്ങ് വെറുതെ ഒന്ന് പേടിച്ചു പോകും. ഇപ്പൊ നമ്മൾ അവിടെ പോയിട്ട് ഒരു ആശ്വാസ വാക്ക് കൊടുക്കേണ്ടി പകരം ഇങ്ങനത്തെ ഒരു വാക്ക് കൊടുത്താൽ പിന്നെ അച്ചായന് അവിടെ നിന്ന് കൂടാ നല്ല ചെയ്യുള്ളൂ. അത് തന്നെയാണ് മേരിയും മാർത്തയും ചെയ്തത്. ഇങ്ങനത്തെ വാക്ക് കേട്ടാൽ പിന്നെ യേശു വന്നാൽ പിന്നെ അവർ ഓടി, കാരണം അവർക്ക് വേറെ വഴിയില്ല. അതാണ് സംഭവം. അപ്പൊ നമ്മളിപ്പം ഓരോ ആൾക്കാര് ഒരു വീട്ടിൽ പോയിട്ട് കുത്തു വെക്കുമ്പോൾ അവര് അവരുടെ ആയിട്ടുള്ള തോന്നലും കൊണ്ട് പറയുവാണ്. കാരണം അവര് അവരുടെ ആക്ഷൻസ് നമ്മൾ മുമ്പ് കണ്ടതാണ്. യേശുവിനെ തന്നെ വിശ്വസിക്കാതെ തന്നെ കല്ലെടുത്ത് എറിഞ്ഞ ആൾക്കാര് ഇപ്പം മേരിനെ മാർത്താനെയും യേശുവിനെ വിശ്വസിച്ചുകൊണ്ട് മാത്രം, ആ ഇത് വിശ്വസിച്ചുകൊണ്ടാണ് ഇങ്ങനെ പറ്റിയത്, നിങ്ങൾ ഇങ്ങനെ വിശ്വസിക്കാൻ പോയത്, അതുകൊണ്ടാണ് ലാസറസ് പോയത്, അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ എല്ലാവരുടെ ഫാമിലിയിലും തന്നെ ഉള്ളതാണ്. നമ്മൾ നമ്മുടെ എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിൽ ബുദ്ധിമുട്ട് ഇങ്ങനെ നിന്ന് പോകുമ്പോൾ നമ്മുടെ സറൗണ്ടിങ്സിൽ ഇങ്ങനത്തെ കുറെ ആൾക്കാരുണ്ടോ, നിങ്ങൾ യേശുവിനെ വിശ്വസിച്ചു, അതുകൊണ്ടാണ് നിങ്ങൾക്കിത് പറ്റിയത്. നിങ്ങൾ ഇതൊക്കെ വിട്ടെറിഞ്ഞ് ഇങ്ങോട്ട് വന്നു, അതുകൊണ്ടാണ് നിങ്ങൾ ഇത് പറ്റിയത്. എനിക്കറിയത്തില്ല, ഇപ്പൊ നമ്മളെല്ലാവരും പെന്തിക്കോസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പൊ കുറെ പേർക്ക് ഒരു ഷിഫ്റ്റ്, ഇപ്പം വേറെ ഒരു ഓർത്തഡോക്സ് വരെ എക്യുമെനിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാർക്കാണ് ഞാൻ പറഞ്ഞ ഒന്നുകൂടെ മനസ്സിലായി. നിങ്ങൾ എന്തുകൊണ്ട് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് വന്നു, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് പറ്റിയത്. ഇതൊരു സിന്നാണ്, ഇതൊരു ശാപമാണ്. അങ്ങനെ ഓരോ ഓരോ കുത്തുവാക്കുകളും കൊണ്ട് നമ്മളെ പെയിൻ ചെയ്യാൻ പറ്റുന്ന അത്രയും പെയിൻ ഏൽപ്പിക്കും. അത് അവരുടെ തോന്നലും കൊണ്ട് വരുന്ന ഒരു കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ അത് കേൾക്കുമ്പോൾ നമുക്കത് വേദന എടുപ്പിക്കും. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലായിരുന്നു മേരി ആൻഡ് മാർത്ത ആ ഒരു വീട്ടിൽ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരുന്നത് ഓരോ വാക്കുകൾ വരുമ്പോൾ. പക്ഷെ എനിക്ക് ശരിക്കും ഹൈലൈറ്റ് ചെയ്ത വാക്കെന്ന് പറയുമ്പോൾ, അവിടെ മേരി ആൻഡ് മാർത്ത ഒരു വാക്ക് പോലും അവരോടൊന്നും പറയുകയും ചെയ്തില്ല, അവരിങ്ങനെ കേട്ടിരുന്നേയും ചെയ്തുള്ളൂ. പക്ഷേ എന്നിട്ട് ഞാൻ പറഞ്ഞ ഒരു ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ, ഇത്രയും ആ ജനക്കൂട്ടത്തിൽ ആ ഒരു വീട്ടില് ആകെ മാർത്ത മാത്രമേ ഈ ഒരു സംഭവം അറിഞ്ഞിട്ടുള്ളൂ, യേശു വരുന്നത്. മാർത്ത വീട്ടിൽ ഇരുന്നിട്ട് യേശു ജെറുസലേമിലേക്ക് വരുന്നെന്ന് മാർത്ത മാത്രമേ അറിഞ്ഞുള്ളൂ. അതെങ്ങനെ? ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നി, ചിലപ്പോൾ ഇത്രയും ഓരോ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഇവരിങ്ങനെ കുറ്റപ്പെടുത്തി വേറെ ഇങ്ങനെയൊക്കെ പെടുത്തിയിരിക്കൊണ്ടിരുന്നപ്പം ആരെങ്കിലും ഇനി വഴി പോയിക്കൊണ്ടിരുന്ന ആൾ പറഞ്ഞു കാണും, ആ നിങ്ങൾ 2 ദിവസം മുമ്പ് കല്ലെറിയാനുള്ള യേശു ഇതുകൊണ്ട് തിരിച്ചിപ്പോ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഇതാ യേശു വന്നുകൊണ്ടിരിക്കുന്നു. അത് പക്ഷെ വേറെ ആരും കേട്ട് കാണത്തില്ല. ഏതും കൊച്ചു ചെറുക്കൻ ഇങ്ങനെ പറഞ്ഞു പോയതായിരിക്കും വഴി കൂടെ. പക്ഷെ അത് മാർത്ത കേട്ടു. മാർത്ത കേട്ടു. ആ ഒരു സിറ്റുവേഷനിൽ, ആ ഒരു പ്രോബ്ലത്തില്, ഈ ഒരു പ്രശ്നത്തിൽ ഇരുന്നപ്പം മാർത്തയാണ് കേട്ടിരുന്നത്. നമ്മളിപ്പോൾ ഏത് സിറ്റുവേഷനും അല്ലെങ്കിൽ ഏത് പ്രോബ്ലം ആയിക്കോട്ടെ, നമ്മുടെ കണ്ണും ചെവിയും എപ്പോഴും ഓപ്പൺ ആയിക്കൊണ്ടിരിക്കണം. കാരണം നമ്മൾ ആ പ്രോബ്ലത്തിൽ അധികം കാര്യം നിൽക്കാൻ ദൈവം നമ്മളെ കൊണ്ട് സമ്മതിപ്പിക്കില്ല. അതാണ് പറഞ്ഞത്, ചില പ്രോബ്ലം ആൻസർ ചെയ്യാൻ ടൈം എടുക്കും. ചിലപ്പോൾ ടൈം എടുക്കും. ദൈവം തന്നെ ജീസസ് ഇന്നത്തെ ചെയ്ത പോലെ സ്റ്റോപ്പ് ചെയ്ത പോലെ വീണ്ടും 2 days സ്റ്റോപ്പ് ചെയ്ത പോലെ വീണ്ടും ജീസസ് വീണ്ടും അല്ലെങ്കിൽ ടൈം എടുക്കും സ്റ്റോപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ ജീസസ് അതിനെ ആൻസർ ചെയ്യാൻ ടൈം എടുക്കും. അതിന് ഓരോ 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 കാരണങ്ങൾ, റീസൺസ് ഉണ്ട്. പക്ഷെ നമ്മൾ ആ ഒരു പ്രോബ്ലത്തിൽ ഇരിക്കുമ്പോൾ, നമ്മൾ ഇത്രയും ഒരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ, അവിടെ മേരി മാർത്തിൻ്റെ സിറ്റുവേഷൻ നോക്കുമ്പോൾ അവർക്ക് ഇറങ്ങി ഓടാൻ വേറെ സ്ഥലമില്ല. കാരണം അവരുടെ വീടാണ് ഇത്. അവിടെ വീട്ടിലാണ് ഇവരെല്ലാം വന്ന് ഇരുന്നിട്ട് ഇവരെ ഇങ്ങനെ ഓരോ വാക്കുകൾ പറയുന്നത്. പിന്നെ അവരെങ്ങോട്ട് ഓടിപ്പോവാൻ, അവിടെ വീട്ടിൽ പോകാൻ പറ്റില്ല, പോകാൻ പറ്റത്തില്ല. അപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷൻ ഇരിക്കുമ്പം അവരൊന്നും മിണ്ടാതെ അവർ ദൈവത്തിന്റെ വാക്കിനായിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്തിരിക്കുവായിരുന്നു ചെവി. അവിടെ കണ്ണിന് ഓപ്പൺ ആയിരിക്കും. ദൈവമേ നീ എന്ന് വരും, എന്നെ എന്ന് ഈ പ്രോബ്ലത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും. ലാസറസ് മരിച്ചതിനെക്കാട്ടി കൂടുതലും വേദനയാണ് അവരിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വരും, എന്നെ എന്ന് ഈ പ്രോബ്ലത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിരിക്കും. അങ്ങനെ ഓരോ ആൾക്കാരും ഈ ഒരു പ്രോബ്ലത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ല, ഓരോ പ്രോബ്ലത്തിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പം എൻ്റെ മകളുടെ കല്യാണം എപ്പം നടക്കും, എൻ്റെ ബിസിനസ് തകർന്നു, ഞാൻ എപ്പോൾ ഇങ്ങനെ തിരിച്ചു വരും, ഞാൻ ഈ ഒരു എൻ്റെ ഫാമിലി ഇങ്ങനെ ക്രൈസിസ് ഉണ്ട്, എൻ്റെ മകൻ മരിച്ചു, മോൻ മരിച്ചു. അപ്പോൾ ഓരോ ആൾക്കാർ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പോലും നമ്മളിങ്ങനെ ചോദിക്കുന്ന വെക്കുമ്പം എന്നെ എന്നാണ് ഈ പ്രോബ്ലത്തിൽ നിന്ന് ഇറക്കുന്നത്?
ഈ ഓരോ കുറ്റം ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആൾക്കാരെ ഞാൻ എന്ന് പ്രോബ്ലത്തിൽ നിന്ന് ഇറങ്ങും എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആ ഒരു സിറ്റുവേഷൻ മേരി മാർത്ത ചെയ്ത ഒറ്റ കാര്യം മാത്രം ചെയ്യാൻ പാടുള്ളൂ, ദൈവത്തിന്റെ വരവിനായിട്ട് വെയിറ്റ് ചെയ്യുക. മേരി അതുപോലെ തന്നെ. മാർത്ത അവിടെ പബ്ലിക്കലി പറഞ്ഞില്ല, പതുക്കെ, കാരണം പബ്ലിക്കലി പറയേണ്ട കാര്യമില്ല. അവിടെ മേരിന്റെ ചെവി പോയിട്ടാണ് പറയുന്നത്, ഇതാ ജീസസ് വന്നിരിക്കുന്നത്. കാരണം ആ ഒരു ന്യൂസ് കേൾക്കേണ്ട ഒരാൾ മേരി മാത്രമായിരുന്നു എന്ന് മാർത്തയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു, എന്റെ മസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മേരി ആൻഡ് മാർത്ത ഈ വാക്ക് കേട്ടപ്പം അങ്ങോട്ടേക്ക് ഓടിപ്പോയത്. ജീസസ് ഇവിടെ വരട്ടെ, നമുക്ക് ഇവിടെ വന്നിട്ട് കാണാം സംസാരിക്കാം എന്നല്ല. അവർ ആ നിൽക്കുന്ന ആ പ്രോബ്ലത്തിൽ നിന്ന് ജീസസ് വന്നെന്ന് അറിഞ്ഞപ്പം, ജീസസിന്റെ ശബ്ദം കേട്ടപ്പം, ജീസസിന്റെ കോളിങ് കിട്ടിയപ്പം അവരാണ് അവരുടെ സ്വന്തം ആക്ഷനിൽ കൂടെ ആ പ്രോബ്ലത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്, ജീസസിലേക്ക് എടുത്തത്. അങ്ങനെ വേണം ഇനി നമ്മളും തന്നെ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരാൾ ഈ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലത്തിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരാളിനോട് എതിരെയും സംസാരിക്കാൻ പാടില്ല, സംസാരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു പോയിന്റ് ഇല്ല. കാരണം ആ സമയത്ത് നമ്മൾ ഇങ്ങനെ സംസാരിച്ച് പോയി നമ്മുടെ ആക്ഷൻ, ആ പോയിന്റ്, നമ്മുടെ ഫുൾ മനസ്സേ മാറിപ്പോകും. അതിന് പകരം നമ്മൾ ദൈവത്തിന്റെ ടൈമിലേക്ക് കാത്തിരിക്കുക. ദൈവം എന്തായാലും ഒരു പ്രോബ്ലത്തിൽ വന്നിരിക്കും, ആ ഒരു സമയത്ത് വേണം നമ്മൾ കാത്തിരിക്കാനായിട്ട്. ഇതാണ് എനിക്ക് ശരിക്കും മേരി ആൻഡ് മാർത്തയുടെ ആ ഒരു ഇത് ഇഷ്ടപ്പെട്ടത്. ഇതിനകത്ത് നമ്മൾ വേഴ്സ് വീണ്ടും പറയണേ, വാക്യം 33 വായിക്കുമ്പോൾ, അവൾ കരയുന്നതും അവളോടുകൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ളം നൊന്ത് കലങ്ങി. ഇവിടെ രണ്ടാമത്തെ മാർത്ത വന്നു. മാർത്ത വന്നപ്പം തന്നെ മാർത്ത പറഞ്ഞത് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ രക്ഷിക്കാൻ പറ്റുമായിരുന്നു, കുഴപ്പമില്ല അങ്ങനെ. പക്ഷെ മേരി വന്നപ്പോൾ വീണ്ടും അതേ സംസാരമാണ് പറഞ്ഞത്. ദൈവം ഇനി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ലാസറസ് വീണ്ടും രക്ഷപ്പെടുകയായിരുന്നു, എവിടെ പോയി എന്ന രീതിക്കുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷെ മാർത്ത വന്നപ്പോൾ മാർത്തനോട് റീകൺഫർമേഷൻ ചെയ്തു, മാർത്തയ്ക്ക് വിശ്വാസം വന്നു. പക്ഷെ മേരിയും പിന്നെ ബാക്കി യഹൂദന്മാരും കരയുന്ന കണ്ടപ്പോൾ ദൈവത്തിന്റെ ആ വാക്ക് ആണ് ശരിക്കും സ്ട്രൈക്ക് ചെയ്തത്. ഐ മീൻ 33 എന്നിട്ടും പറഞ്ഞു, അവൾ കരയുന്നതും അവളോട് കൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ളം നൊന്ത് കലങ്ങി. ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പറയുവാണെങ്കിൽ ഐ മീൻ ദ സ്പിരിറ്റ് ഓഫ് ജീസസ് ഗ്രോണ്ട് എന്ന് പറയും, അല്ലെങ്കിൽ ഐ മീൻ ടു വാസ് ഷേക്കൻ ഓർ മൂഡ്. അത് നമ്മൾ ശരിക്കും പറയുവാണെങ്കിൽ നമുക്കൊരു നല്ല ഇപ്പൊ നമുക്കാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മുടെ വേണ്ടപ്പെട്ട ഒരാൾ നമ്മുടെ മുമ്പിൽ നിന്ന് കരയുവാണെങ്കിൽ അല്ലെങ്കിൽ പ്രശ്നമാണെങ്കിൽ നമ്മളൊരു മനുഷ്യരാണല്ലോ, അത് കാണുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഒന്ന് പെടയെന്നൊക്കെ ചിലപ്പം പറയുമല്ലോ, ഇങ്ങനെ ഒന്ന് വിങ്ങും അല്ലെങ്കിൽ പെടയുന്നു. അതുപോലത്തെ ഒന്ന് വിങ്ങിയായിരുന്നു, അല്ലെങ്കിൽ ശരിക്കും ഒന്ന് സ്പിരിറ്റിൽ ഒന്ന് മൂവ് ചെയ്തായിരുന്നു. അത് മൂവിയുള്ള കാരണം എന്ന് പറയുമ്പം ഇത്രയും ഒരു ആൾക്കാർ, ഐ മീൻ ഇത്ര ഇഷ്ടപ്പെട്ട ഒരു മാർത്ത മേരി അവിടെ മുമ്പിൽ ഇന്ന് കരയുന്ന കണ്ടപ്പം ദൈവത്തിനും ഒരു സങ്കടം പോലെ വന്നായിരുന്നു. ഐ മീൻ ഒന്നുമില്ല, സ്വന്തം മോൻ ഒരു അച്ഛന് മുമ്പിൽ ഇന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു അച്ഛന് പോലും അധികം നേരം കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അതുപോലെയാണ് ദൈവം, അതുപോലെയാണ് ജീസസ്. ആ ഒരു ജീസസിന് ആ ആ ഒരു ആക്ഷൻ കണ്ടപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. പിന്നീട് നെക്സ്റ്റ് ലൈൻ നോക്കുമ്പോൾ പിന്നെ ഒന്നും സംസാരിക്കാൻ നിന്നില്ല. എവിടെ ലാസറസ്, എവിടെയാണ് അടക്കപ്പെട്ടിരിക്കുന്നത് പറഞ്ഞ ഒരു ആക്ഷൻ ആയിരുന്നു, ഓൺ ദ സ്പോട്ട് ആക്ഷൻ. പിന്നെ അവിടെ സംസാരമില്ല, റീകൺഫർമേഷൻ ഇല്ല, കാരണം അധികം നേരം പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അതുപോലെയാണ് നമ്മൾ അധികം കരഞ്ഞുകൊണ്ടിരുന്നാൽ ഒരു കാര്യം മാത്രം ഓർക്കുക, നമ്മളെല്ലാം ദൈവത്തിന്റെ മക്കളാണ്. നമ്മൾ എല്ലാവരുടെ അടുത്ത് ധൈര്യമായിട്ട് പറയാം, ഐ ആം ദ സൺ ഓഫ് ജീസസ്, ഐ ആം ദ സൺ ഓഫ് ഗോഡ്, സൺ ഓഫ് ഗോഡ് എന്ന് പറയാൻ മാത്രമല്ല, അത് ശരിക്കും ആക്ഷനും കൂടെ വരും. നമ്മളുടെ ഓരോ ഐ ഡ്രോപ്സ്, നമ്മളിപ്പോൾ ഞാൻ കുറെ പേർക്ക് ഞാൻ ഒരു സംസാരിക്കുമ്പോൾ കാണാറുള്ളതാ, കേൾക്കാറും കൂടെ ഉള്ളതാ, എന്തുകൊണ്ട് ദൈവം എൻ്റെ കണ്ണുനീരിൽ നിന്ന് മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ദൈവം എൻ്റെ കണ്ണുനീർ കാണുന്നില്ലേ, എവിടെ പോയി ദൈവം എന്നൊക്കെ ചോദിക്കുമ്പം എനിക്ക് ഇത്രയും മാത്രം പറയാനുള്ളൂ. ഈ ഒരു വചനത്തിൽ തന്നെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്, ഓരോ ഐ ഡ്രോപ്സിനും ഒരു കൗണ്ട് ഉണ്ട്. നിങ്ങൾ കരയുമ്പോൾ ഒക്കെ ദൈവം ഷേക്ക് ആവുന്നുണ്ട്. ഐ മീൻ ഹീസ് റിയലി ട്രബിൾഡ് ഇൻ സ്പിരിറ്റ്, ബട്ട് ഡെഫിനറ്റ്ലി വൺ ഡേ ഓർ അനദർ ഡേ ഹി വിൽ ബ്രിങ് ഇൻ ടു ആക്ഷൻ. ആ ടൈമിൽ ഒട്ടും പറ്റാത്തതുകൊണ്ട് ആ ടൈമിൽ തന്നെയാണ് അവർ ആക്ഷൻ എടുക്കാൻ നോക്കിയത്. പക്ഷെ വേറെ സമയം നോക്കുമ്പോൾ ഇവൻ വേഴ്സ് 37-38 എടുത്തു. ചിലരോ കുരുടന്റെ കണ്ണ് തുറന്ന ഇവനെയും മരിക്കാതാക്കുവാൻ കഴിഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. യേശു പിന്നെയും ഉള്ളം നൊന്ത് കല്ലറയ്ക്കലെത്തി. അത് ഒരു ഗുഹയായിരുന്നു, ഒരു കല്ലും അതിന്മേൽ വെച്ചിരുന്നു. അത് 38 വാക്യം നോക്കുമ്പോൾ വീണ്ടും യേശുവിന്റെ ആ ഒരു സ്പിരിറ്റ് ഒന്നുകൂടെ ഷേക്കൻ ആയിട്ടുണ്ട്. അവിടെ ഉള്ള റീസൺ എന്ന് പറയുമ്പോൾ അവിടെ ആ ഒരു യഹൂദന്മാർ കുറെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഐ മീൻ ക്വസ്റ്റ്യൻ എന്ന് ചോദിക്കുമ്പോൾ എന്തും കൊണ്ട് ആ ഒരു അന്ധനായ മനുഷ്യനെ ഹീൽ ചെയ്യാൻ പറ്റിയ ഒരു ആൾക്ക് എന്തും കൊണ്ട് ലാസറസിനെ സേവ് ചെയ്യാൻ പറ്റില്ല എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് പോലെ ഇട്ടിട്ടുണ്ട്.
നമ്മൾ ഈ രണ്ട് കാര്യം നോക്കുമ്പോൾ നമ്മൾ ഒരു അച്ഛനും മോനുമായിട്ടുള്ള ഒരു ബന്ധം മാത്രം നോക്കിയാൽ മതി. ഇപ്പം ഞാൻ എൻ്റെ പപ്പയുടെ അടുത്ത് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുവാണെങ്കിൽ പപ്പയ്ക്ക് അതിനേരം പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ആർക്കാണെങ്കിലും പപ്പ ഉടനെ അതിനുള്ള റെമഡി അല്ലെങ്കിൽ ആക്ഷൻ ഉടനെ എടുത്തിരിക്കും. പക്ഷേ ഞാൻ എന്ന് എൻ്റെ പപ്പേനെ സംശയിക്കുന്നു, എൻ്റെ പപ്പയും കൊണ്ട് ഇത് പറ്റത്തില്ല, അല്ലെങ്കിൽ എനിക്കിത് ഡൗട്ട് ഉണ്ട്, ഇത് എൻ്റെ പപ്പയും കൊണ്ട് പറ്റില്ല, ഞാൻ എന്ന് എൻ്റെ പപ്പേനെ എബിലിറ്റി ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്യുന്നു, അതും പപ്പയ്ക്ക് സങ്കടം വരും. എടാ, ഇത്രയൊക്കെ ഞാൻ ചെയ്തിട്ട് പോലും, ഇത്രയൊക്കെ ഞാൻ കാണിച്ചിട്ട് പോലും ഇവൻ എന്നെ ഇപ്പോഴും മനസ്സിലാക്കിയില്ലേ എന്ന രീതിക്ക്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ടുള്ള ഒരു എന്നെ ടച്ച് ചെയ്ത സംഭവമാണ്. അത് നിങ്ങളെ ടച്ച് ചെയ്യുന്ന വിചാരിക്കുന്നത്. ഒരിക്കൽ പോലും നമ്മൾ നമ്മുടെ യേശുവിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ ഒരിക്കൽ പോലും നമ്മൾ നമ്മുടെ യേശു, നമ്മൾ കരഞ്ഞോണ്ട് ഇരിക്കും, നമ്മൾ കരഞ്ഞോണ്ട് പ്രാർത്ഥിക്കും, നമ്മൾ ശരിക്കും ദൈവത്തിനെ മൂവ് ചെയ്യും, ജീസസിനെ. പക്ഷെ ഒരിക്കൽ പോലും നമ്മൾ നമ്മുടെ വായും കൊണ്ട് പറയാൻ പാടില്ല, ഓക്കെ ഞാൻ ഇത്രയും കരഞ്ഞു, ഇത്രയും വർഷമായി, ഇതിൽ നിന്ന് ഞാൻ ഇതുവരെയ്ക്കും ഒരു മോചനം കിട്ടിയിട്ടില്ല, ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ വായും കൊണ്ട് ഒരിക്കൽ പോലും ഇത് ദൈവത്തിനെ കൊണ്ട് പറ്റത്തില്ല, ഇത് പ്രോബ്ലമാണ്, ഇതിനിപ്പം ദൈവത്തിനെ കൊണ്ട് പറ്റത്തില്ല, ഇനിയിപ്പോ എന്ത് ചെയ്യാനാണ്, എനിക്ക് വിശ്വാസമില്ല. നമ്മൾ അങ്ങനത്തെ ഒരു വിശ്വാസമില്ലാത്ത വാക്കുകൾ നമ്മൾ നമ്മുടെ വായിൽ നിന്ന് പറയാൻ പാടില്ല. ഇപ്പം മേരിയൻ മാർത്ത ദൈവത്തിനെ കണ്ട് ജീസസിനെ കണ്ടപ്പം ഒരിക്കലും ചോദിച്ചില്ല, ഇപ്പോഴാണോ എത്തുന്നത്, ഇപ്പൊ എത്തിയിട്ട് എന്തിനാ കാര്യം, മരിച്ചതെല്ലാം പോയി, ഇനിയിപ്പോ എന്തിനാ എത്തി, അങ്ങനെ ഒരു വാക്കും കൊണ്ട് പറഞ്ഞില്ല അവര്. ഇനിയിപ്പോ എത്തിയിട്ട് എന്താ കാര്യം, എല്ലാം ചടങ്ങെല്ലാം കഴിഞ്ഞു, അങ്ങനെ ഒരു വാക്കും കൊണ്ട് പറഞ്ഞില്ല. ഒരു അൺബിലീഫ് അല്ലെങ്കിൽ ഒരു വിശ്വസിക്കാത്ത ഒരു വാക്ക് പോലും അവര് വായും കൊണ്ട് പറഞ്ഞിട്ടില്ല. അവരത് മേക്ക് ഷുവർ ചെയ്തു. അവിടുത്തെ യഹൂദന്മാർ വേറെ ആൾക്കാർ പറഞ്ഞു പോലെ ആ രണ്ടുപേർ പറഞ്ഞിട്ടില്ല. അതാണ് കീ പോയിന്റ് ഇന്നത്തെ നോട്ട് ചെയ്യേണ്ടത്. അപ്പം നമ്മളും ആ ഒരു എക്സാമ്പിളും ആ ഒരു ഫോളോയിങ് വേണം നമ്മൾ ചെയ്യാൻ. ഒരു വാക്ക് പോലും നമ്മൾ ദൈവത്തിനെ പെയിൻ ഏൽപ്പിക്കാൻ പാടില്ല. കാരണം നമ്മൾ കരയുമ്പോൾ നമ്മുടെ ദൈവത്തിന് വേദനിക്കുന്ന പോലെ തന്നെ നമ്മൾ ദൈവത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് കൊണ്ട് ഇടുവാണെങ്കിൽ അത് ദൈവത്തിന് വീണ്ടും ഹേർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു വാക്കും കൊണ്ട് അറിയാതെ പോലും നമ്മൾ എത്ര പ്രശ്നങ്ങളിലായിക്കോട്ടെ, എനിക്ക് എപ്പോഴും മേരിയൻ മാർത്തയുടെ ഒരു എക്സാമ്പിളാണ് എല്ലാവർക്കും കൊടുക്കാനുള്ളത്. എത്ര പ്രശ്നങ്ങളായിക്കോട്ടെ, എന്ത് പ്രോബ്ലം ആയിക്കോട്ടെ, ഈ സൊസൈറ്റി മൊത്തം നമ്മുടെ എതിരായിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. കാരണം സൊസൈറ്റി നോക്കിയിട്ടല്ല നമ്മൾ ഇങ്ങോട്ട് നടക്കാൻ പോകുന്നത്. ആരെങ്കിലും നമ്മളെ എതിരായിക്കോട്ടെ, പക്ഷെ ഒരു വാക്കും കൊണ്ട് പോലും നമ്മൾ ജീസസിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല. ഇവൻ ജോബിന് കാര്യമാണെങ്കിൽ പോലും ആരെല്ലാം എന്തൊക്കെ പറഞ്ഞു പോലും ഒരു വാക്കും കൊണ്ട് ജീസസിന് എതിരെ ഒറ്റ വാക്ക് പോലും റേസ് ചെയ്തിട്ടില്ല. അതാണ് ജോബ്. ലാസ്റ്റ് മിനിറ്റ് ജീസസ് വരുന്നവരെ, ലാസ്റ്റ് മിനിറ്റ് വരെ ജോബ് അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അതാണ്. ഇനിയിപ്പം അടുത്തൊരു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം നമുക്ക് ഞാൻ കഥയിലോട്ട് അധികം പോകുന്നില്ല, പക്ഷെ വേറൊരു പോയിന്റാണ് ഞാൻ റേസ് ചെയ്യാൻ നോക്കുന്നത്. നമ്മൾ പിന്നീടുള്ളത് 39ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ കാണാം. കല്ല് നീക്കുവീൻ എന്ന് യേശു പറഞ്ഞു. മരിച്ചവന്റെ സഹോദരിയായ മാർത്ത കർത്താവെ നാറ്റം വെച്ചു തുടങ്ങി, 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. ഇവിടെയാണ് മാർത്തിന്റെ ആക്ഷൻ വരുന്നത്. ഞാൻ കുറച്ചു മുമ്പ് ഞാൻ ഒരു മെസ്സേജ് തുടങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു, നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് ക്രിസ്ത്യൻസ് ആണ്? ക്രിസ്ത്യൻസ് ബൈ ഫെയ്ത്ത്, ക്രിസ്ത്യൻസ് ബൈ വേർഡ് ആണോ, സംസാരം മാത്രമുള്ള ക്രിസ്ത്യൻസ് ആണോ, അതോ പ്രവൃത്തിയും കൂടെ ഉള്ള ഒരു ക്രിസ്ത്യൻസ് ആണോ, ഞാൻ കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ മാർത്തയുടെ വേഴ്സ് 23 നോക്കുമ്പം മാർത്ത പറയുന്നുണ്ട്, പിന്നെ 26 എന്ന് നോക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ വിശ്വസിക്കുന്നു യേശുവാണ് കർത്താവ്, അങ്ങനെ എല്ലാം പറയുന്നുണ്ട്, വാക്കും കൊണ്ട് എല്ലാം പറയുന്നുണ്ട്, എല്ലാം പെർഫെക്റ്റ് ആണ്. യേശു വിചാരിച്ച് വീണ്ടും റിസറക്ട് ചെയ്യാൻ, വീണ്ടും ഉയർത്തെന്നിപ്പിക്കാൻ പറ്റുന്നോ എല്ലാം കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്, ഒരു ഡൗട്ട് ഇല്ലാത്ത രീതിക്ക്. പക്ഷേ കാര്യത്തോട് കടന്നപ്പോൾ, ആ പ്രവർത്തിക്കുന്ന ടൈം എത്തിയപ്പോൾ യേശു പറഞ്ഞു ആ കല്ലറയുടെ ഡോർ അത് മാറ്റെന്ന് പറഞ്ഞപ്പോൾ മാർത്ത പറയുന്നത്, യേശു 4 ദിവസം കഴിഞ്ഞതാണ്, നാറ്റം വരും. പ്രവർത്തിക്കാൻ വന്നപ്പം പ്രവർത്തിച്ചില്ല. അതാണ് ഞാൻ ചോദിക്കുന്നത്, നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് ക്രിസ്ത്യൻസ് ആണ്? വാക്കും കൊണ്ടുള്ള ക്രിസ്ത്യൻസ് ആണോ, അതോ പ്രവൃത്തിയും കൊണ്ടുള്ള ക്രിസ്ത്യൻസ് ആണോ? ആർ വി എ ക്രിസ്ത്യൻ ബൈ ജസ്റ്റ് വേർഡ്സ്, ഓർ ആർ വി എ ക്രിസ്ത്യൻ ബൈ അവർ ആക്ഷൻസ്? എല്ലാവർക്കും അറിയാം, ബൈബിളിലായിട്ടുള്ള ഫെയ്ത്ത് വിത്തൗട്ട് ആക്ഷൻ ഇസ് ഇൻകംപ്ലീറ്റ് എന്ന് പറയുന്ന പോലെ, മലയാളത്തിൽ എല്ലാവർക്കും അറിയാം, ഒരു വിശ്വാസം, പ്രവൃത്തി ഇല്ലാത്ത ഒരു വിശ്വാസം, അങ്ങനത്തെ ഇൻകംപ്ലീറ്റ് ആണെന്നൊരു എല്ലാവർക്കും അറിയാം. നമ്മുടെ ഒരു വിശ്വാസമാണ് ഇന്ന് നോക്കേണ്ടത്. നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് ക്രിസ്ത്യൻസ് ആണ് നോക്കേണ്ടത്? മാർത്ത ശരിയാണോ? മാർത്ത മേരി ശരിയാണോ? അവർ ദൈവം കൊണ്ടൊന്നും പറഞ്ഞിട്ടില്ല, വാക്കും കൊണ്ടൊന്നും പറഞ്ഞിട്ടില്ല, പിന്നെ ഒരു വാക്ക് പോലും അവരെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. ദൈവത്തിനെ പറ്റി കറക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്ത് ഒരു വാക്ക് പോലും തെറ്റാതെ പ്രോപ്പറായി ദൈവത്തിന്റെ ഈ ചെവിയും കണ്ണും ഓപ്പൺ ചെയ്ത് ദൈവത്തിന്റെ വരവിനായി കാത്തിരുന്നിരിക്കുന്ന ഒരു ആൾക്കാരായിരുന്നു അവര്. പക്ഷെ പ്രവർത്തിക്കേണ്ട സമയമായപ്പം അവരത് പ്രവർത്തിച്ചില്ല.
നമ്മൾ ഒരിക്കലും അങ്ങനെ ആവില്ല. നമ്മൾ വാക്കും കൊണ്ട് മാത്രമല്ല, നമ്മൾ നമ്മുടെ പ്രവൃത്തിയും കൊണ്ടും നമ്മളൊരു കറക്റ്റ് ക്രിസ്ത്യൻ എന്ന് കാണിക്കണം. പ്രവൃത്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശരിക്കും ഒരു ഫോമിൽ ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കുള്ള ക്രിസ്ത്യൻ എന്ന് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ. നാളെ എവിടെയെങ്കിലും ഇതിൽ ഫോമിൽ ആരെങ്കിലും ചോദിക്കും ക്രിസ്ത്യൻ ആണോ, അതോ ഏത് ഫോമിൽ ക്രിസ്ത്യൻ ആണോ എന്ന് റിലീജിയൻ ഒന്നും ചോദിക്കുമ്പോൾ ക്രിസ്ത്യൻ എന്ന് ധൈര്യപ്പെട്ട് പറയണമെങ്കിൽ നമ്മൾ പ്രവൃത്തിയുള്ള ക്രിസ്ത്യൻ ആണെന്ന് നമ്മൾ തന്നെ ചിന്തിക്കണം. നമ്മൾ പ്രവൃത്തിയും കൊണ്ടുള്ള ക്രിസ്ത്യൻ ആണോ അതോ വെറും വാക്കും കൊണ്ടുള്ള ക്രിസ്ത്യൻ ആണോ എന്ന്. ശരി, നമ്മളെല്ലാം കറക്റ്റായിട്ട് ചെയ്യും. ഞാൻ ഇപ്പം പറഞ്ഞല്ലോ, ഒരു പ്രശ്നമില്ല. മാർത്തയ്ക്കും മേരിക്കും അവരെല്ലാം വെയിറ്റ് ചെയ്തിരുന്നു. അവരുടെ ആ പ്രോബ്ലത്തിൽ നിന്ന് അവർ തന്നെയാണ് ഇറങ്ങി വന്നത്. പക്ഷെ പ്രവൃത്തി ഇല്ലായിരുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ലാസ്റ്റ് ഈ ഒരു പ്രോബ്ലത്തിൽ എനിക്ക് മനസ്സിലാക്കിയെന്ന് നോക്കുമ്പോൾ അവസാനത്തെ ഒരു കാര്യമാണ് എനിക്ക് ഈ മെസ്സേജ് എൻഡ് ചെയ്യുന്ന മുമ്പ് അവസാനത്തെ കാര്യമാണ് എനിക്കൊന്ന് പറയാനുള്ളത്. വേഴ്സ് 44, 44. മരിച്ചവൻ പുറത്തു വന്നു. അവന്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയും മുഖം റൂമാൽ കൊണ്ട് മൂടിയും ഇരുന്നു. അവന്റെ കെട്ട് അഴിപ്പീൻ, അവൻ പോകട്ടെ എന്ന് യേശു അവരോട് പറഞ്ഞു. ഇന്നത്തെ നമ്മൾ നോക്കുമ്പോൾ ദൈവം പിന്നെ ലാസറസിനോട് പറഞ്ഞു, ലാസറസ് കം ഔട്ട്, പുറത്തേക്ക് വാ എന്ന് പറയുന്നു. ലാസ്റ്റില് 44 വാക്യങ്ങളിൽ അന്നത്തെ എഴുതിയിട്ടുണ്ട് ലാസറസ് അത് ഒന്നുകൂടെ വായിച്ചു. മരിച്ചവൻ പുറത്തു വന്നു. അവന്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയും മുഖം റൂമാൽ കൊണ്ട് മൂടിയും ഇരുന്നു. മതി. അവിടെ പറയുന്നുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം ഒരു ഡെഡ് ബോഡി അല്ലെങ്കിൽ ഒരു അടക്കപ്പെടുമ്പം എങ്ങനെയാണ് ഒരു ബോഡി അടക്കപ്പെടുന്നത് ചെയ്യുമ്പോൾ മൊത്തത്തിൽ നമുക്കെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ഒരു ഇഞ്ച് അനങ്ങാൻ ചിലപ്പോൾ ആയിരിക്കും ഒരു സ്ഥലം ഉണ്ടാകുന്നത്, ഒരു ഇഞ്ച് അനങ്ങാനായിരിക്കും ഒരു സ്ഥലം ഉണ്ടാകുന്നത്. അപ്പം അങ്ങനത്തെ രീതി ബോഡി മൊത്തം ടേപ്പ് ചെയ്തിട്ടൊക്കെയാണ് വരുന്നത്. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ പഴയ ഇത് ഇത്രയും 2000 വർഷം മുമ്പൊക്കെ ഉള്ള ഇപ്പൊ പഴയ മമ്മീസിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാം. ഫുൾ ബോഡി ഇങ്ങനെ റാപ്പ് ചെയ്തിട്ട് അനങ്ങാൻ പറ്റാത്ത ഇങ്ങനത്തെ ഒരു ബോഡി ഇങ്ങനെ ഒരു കുറച്ച് സ്പൈസസും സ്മെല്ലൊക്കെ അങ്ങനെയൊക്കെ ഒരു ബോഡിയിലാണ് അവർ ടൂമ്പി വെക്കുന്നത്. അങ്ങനത്തെ ഇരിക്കുന്ന ലാസറസ് യേശു അകത്തോട്ട് കയറി എന്നൊന്നും പറയുന്നില്ല. യേശു പുറത്ത് തന്നെയായിരുന്നു, എല്ലാവരും പുറത്ത് തന്നെയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു ലാസറസ് എങ്ങനെയാണ് അവിടുന്ന് തന്നെ നടന്ന് പുറത്തോട്ട് വരുന്നത്? ഈ സൂപ്പർമാൻ ബാറ്റ്മാൻ പോലെ ചിറക് കൊണ്ട് പറന്നൊന്നും എത്തിയിട്ടില്ല. പക്ഷെ എങ്ങനെയാണ് പുറത്തുനിന്ന് നടന്നു വന്നത്? ഇതേ സിറ്റുവേഷൻ ആണ് എനിക്ക് പറയാനുള്ളത്. ലാസറസ് എങ്ങനെയാണോ ഈ ദേഹം മൊത്തം ഒരു എന്താ പറയാ ഒരു ബാൻഡ് ഒരു ഓരോ കെട്ടും കൊണ്ട് ഇങ്ങനെ ഇരുന്നത്, അതേപോലെ ഒരു കെട്ടും കൊണ്ടായിരുന്നു മേരി ആൻഡ് മാർത്ത ഇരുന്നത്. അവരുടെ വീട്ടിൽ ചുറ്റും ഇത്രയും ആൾക്കാര് അവരുടെ വാക്കും കൊണ്ട് ക്രൂശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആൾക്കാരായിട്ടായിരുന്നു, ആൾക്കാരുടെ ഇടയിലായിരുന്നു അവരിരുന്നത്. പക്ഷെ എപ്പം അവർ യേശുവിന്റെ വാക്ക് കേട്ടോ, എപ്പം യേശു എത്തിന്ന് കേട്ടോ, അവരെണീച്ച് അങ്ങോട്ട് പോയി. അതുപോലെ തന്നെയായിരുന്നു ലാസറസ്. യേശുവിന്റെ വാക്ക് കേട്ടപ്പോൾ ആ ഒരു പ്രശ്നം, ആ ഒരു പ്രോബ്ലം, ആ പെർസിക്യൂഷൻ ഇരുന്നപ്പം ലാസറസ് ആണ് ആ ഒരു സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് വന്നത്. എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ ജീസസ് അവനെ ഹെൽപ്പ് ചെയ്തു റിമൂവ് ചെയ്യാൻ ആ ഫുൾ സ്കാർസ്. അതുപോലെയാണ് നമ്മുടെ ഓരോ ലൈഫും. നമ്മൾ ഓരോ ലൈഫും ഇതുപോലെ പ്രോബ്ലത്തിലായിരിക്കാം, ട്രബിളിലായിരിക്കാം, പ്രശ്നങ്ങളായിരിക്കാം. പക്ഷെ നമ്മൾ ആ ഒരു പ്രോബ്ലം, ആ ഒരു ട്രബിൾ എങ്ങനെ കാണുന്നു, എങ്ങനെ അത് സോൾവ് ചെയ്യുന്നു? നമ്മൾ ആ പ്രോബ്ലത്തിൽ ഇരിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ അടിയുണ്ടാക്കി സംസാരിച്ച് ഇതല്ല അങ്ങനെ പറഞ്ഞിരിക്കുവാണെങ്കിൽ എതിരും ഒരാൾ ദൈവം വന്നെന്ന് പറയുവാണെങ്കിൽ നമ്മൾ കേൾക്കത്തില്ല. യേശു വന്ന് നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ കേൾക്കത്തില്ല. കാരണം നമ്മുടെ മൈൻഡ്സ് വേറൊരു സ്ഥലത്തോട്ടാണ് മാറിയിരിക്കുന്നത്. പക്ഷെ നമ്മൾ ആ ഒരു സാഹചര്യത്തിൽ, ആ ഒരു പ്രശ്നത്തിൽ ആൾക്കാരെന്തും പറഞ്ഞോട്ടെ, ഞാൻ കാര്യമാക്കുന്നില്ല. കാരണം ഇവരല്ല എനിക്ക് നാളെ ചോറ് വെച്ച് തരാൻ പോകുന്നത്. ആൾക്കാരെന്തും പറഞ്ഞോട്ടെ, നമ്മൾ ഇത്രയും ഒരു ആൾക്കാരുടെ ഇടയ്ക്ക് എന്നും പറഞ്ഞോട്ടെ, ആ ഒരു പ്രോബ്ലത്തിലൊരു ദൈവം വരുന്നൊരു ഉറപ്പോടെ വിശ്വാസത്തോടെ മേരി മാർത്തയും കാത്തിരുന്ന പോലെ നമ്മളിങ്ങനെ കാത്തിരുന്ന ദൈവം വരികയും ചെയ്യും. ആ ദൈവത്തിന്റെ ആൻസർ കേട്ട്, ആ ദൈവത്തിന്റെ കോളിംഗ് കേട്ട്, ആ വിളി കേട്ട് നമ്മൾ ആ പ്രശ്നത്തിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ നാളെ അതൊരു ചരിത്രം മാറുന്ന ദിവസമായിരുന്നു. ഒരിക്കലും ദൈവം പറയുന്നില്ല എല്ലാം പ്രോബ്ലം ഞാൻ വന്ന് സോൾവ് ചെയ്യും, നിങ്ങളെ ആ പ്രോബ്ലത്തിൽ ഞാൻ പൊക്കിയെടുക്കുന്നു ഒരിക്കലും പറയുന്നില്ല. ഇവൻ വെള്ളത്തിൽ മുങ്ങാൻ പോയ പത്രോസിനെ ദൈവം പൊക്കിയെന്ന് എടുത്തത് ഒരിക്കലും അല്ലാത്തത് പറയുന്നില്ല. ചിലപ്പോ ഒക്കെ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഇറങ്ങി വരണം. അതിന് ദൈവം നമ്മളെ ഹെൽപ്പ് ചെയ്യും. എപ്പോഴും ദൈവത്തിന്റെ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ഉണ്ടാവണമെന്നില്ല. ദൈവത്തിന് കോൾ ആയിരിക്കും ഉണ്ടാകുന്നത്. ഒരു വിളി മാത്രമായിരിക്കും ഉണ്ടാകുന്നത്. ആ വിളി കേട്ട് വേണം നമ്മൾ എണീറ്റ് പോകാൻ. ഇപ്പം ഞാൻ ഈ മെസ്സേജ് എൻഡ് ചെയ്യുന്ന മുമ്പ് എനിക്ക് ശരിക്കും ഒരു ടച്ച് ചെയ്തൊരു സ്റ്റോറി ആയിരുന്നു. എനിക്ക് കൂടുതൽ റിസർച്ച് ചെയ്യാൻ പറ്റിയില്ല. ഐ മീൻ ഒരു കാനഡയിൽ ഒരു ഇവാഞ്ചലിസ്റ്റ് ഉണ്ടായിരുന്നു. കാനഡയിൽ ഇതൊരു 1920, 1930s നടക്കുന്ന ഒരു സംഭവമാണ്. കാനഡയിൽ ഒരു ലേഡി ഇവാഞ്ചലിസ്റ്റ് ഉണ്ടായിരുന്നു.
അവർ ഭയങ്കര പാവപ്പെട്ട ഫാമിലിയിലായിരുന്നു. ആ ഒരു പാവപ്പെട്ട ഫാമിലിയിൽ രണ്ട് മക്കളൊക്കെ ഒരു ഫാമിലി ആയിരുന്നു. അവർ ചെറുപ്പത്തിൽ തന്നെ അവരുടെ ഹസ്ബൻഡ് മരിച്ചു പോയി, പിള്ളേരുടെ ചെറുപ്പത്തിൽ തന്നെ. അപ്പൊ ആ ഒരു ഇവാഞ്ചലിസ്റ്റ് തന്നെ ആയിരുന്നു, ഒറ്റയ്ക്കായിരുന്നു ആ ഒരു ഫാമിലിനെ മീറ്റ് ചെയ്തിട്ടുണ്ട്, ആ രണ്ട് മക്കളെ വെച്ചിട്ട്. ഇപ്പൊ രണ്ട് ബോയ്സ് ആയിരുന്നു. അപ്പൊ ഇവരിങ്ങനെ വളർന്നു വന്ന് ആ ഒരു ബോയ്സ് ഇങ്ങനെ വളർന്നു വന്നു. അപ്പം മമ്മിയുടെ പാത തന്നെ പിന്തുടർന്ന് അവരും ഒരു കൈൻഡ് ഓഫ് ബിലീവറായി, ജീസസ് ബിലീവറായി, അങ്ങനെ ഒരു ഇവാഞ്ചലിസ്റ്റ് ഫീൽഡിലോട്ട് തന്നെയാണ് അവരും മാറിയത്. അപ്പം ഒരു സമയമായപ്പം ആ മൂത്ത മോന് വലുതായപ്പം അവന് ഇങ്ങനെ ഇവാഞ്ചലിസവും ബൈബിൾ ഷെയറിങ്ങും മെസ്സേജും ടെസ്റ്റിമണീസും അങ്ങനെ പറഞ്ഞൊരു ഒരു സിറ്റുവേഷൻ എത്തിയപ്പോൾ ഒരു ദിവസം അവനൊരു കോളിംഗ് കിട്ടി, എനിക്ക് ചൈനയിൽ പോകണം. ആ സമയം 1920 1930s എന്നൊക്കെ പറയുമ്പം കമ്മ്യൂണിസം അറ്റ് ദ പീക്ക്, അത് ആ ഒരു പോയിന്റ് നിൽക്കുന്ന സമയമാണ്, ഫുള്ളി മൊണാർക്കിനെ പോലെ. അപ്പൊ ആ സമയത്ത് ഒരു കോളിംഗ് കിട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരി ഞാൻ പോവാണ്. മമ്മിയോട് പറഞ്ഞു, മമ്മി പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് വിട്ടു. അദ്ദേഹം ബൈബിളും കൊണ്ട് എല്ലാം കൊണ്ട് യാത്ര ചെയ്തു ചൈനയിൽ പോയി. ചൈന എത്തുന്നതിന് മുമ്പ് ആ ബോർഡർ എത്തിയപ്പോൾ, ചെക്ക് പോസ്റ്റ് എത്തിയപ്പോൾ പോലീസ് അവനെ പിടിച്ചു. പോലീസ് പിടിച്ചു, കണ്ടു, ബൈബിളും കണ്ടപ്പം തന്നെ പിന്നെ ഒന്നും നോക്കിയില്ല, ഓൺ സ്പോട്ട് തന്നെ വെടിവെച്ചിട്ടു. കാരണം അവിടെ അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ളതാണ്. ഒരാളെ പോലും ഔട്ടോട്ട് ഒരു ഒരു റിലീജിയനും പ്രീച്ച് ചെയ്യേണ്ട, ബുദ്ധിസം എന്ന രീതിക്ക് അങ്ങനത്തെ കമ്മ്യൂണിസം മാത്രം മതി, ഇവിടെയുള്ള ആൾക്കാരെ ചേഞ്ച് ചെയ്യും എന്നൊരു തോന്നലോടെ അവർ അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. ആ ഒരു ചെക്ക് പോസ്റ്റ് എത്തിയപ്പോൾ അദ്ദേഹത്തിന് ഷൂട്ട് ഡൗൺ ചെയ്ത് കിട്ടു. ആ വിവരം അറിഞ്ഞു ഇവാഞ്ചലിസ്റ്റ് ആയിട്ടുള്ള സിസ്റ്റർ ഭയങ്കരമായിട്ട് വിഷമിച്ചു. എനിക്ക് പേരറിയില്ല, പക്ഷെ വിഷമിച്ചു. പിന്നെ ഒറ്റ മോനെ ഉള്ളൂ, പക്ഷെ അവരത് റിക്കവർ ചെയ്തിട്ട് വീണ്ടും ആ മറ്റേ മോനെ വളർത്തി. ഇതുപോലെ ആ മോനും വളർന്നു വന്നു. വളർന്നു വന്ന് വലിയൊരു സിറ്റുവേഷൻ എത്തി, ഒരു വലിയൊരു നില എത്തിയപ്പോഴത്തേക്ക്, ഒരു അത്യാവശ്യം പ്രായമായപ്പോഴത്തേക്ക് വീണ്ടും ആ മോനൊരു കോളിംഗ് കിട്ടി, അവനും ചൈനയിൽ പോകാനായിട്ട്. അവൻ ആ ഒരു വാക്യം മമ്മിയോട് പറഞ്ഞപ്പോൾ മമ്മി പറഞ്ഞു വേണ്ട, നിന്റെ ചേട്ടൻ പോയ സിറ്റുവേഷൻ അറിയാലോ, പ്രോബ്ലമാണ്, അവർ വെടിവെച്ച് വിടും, അവിടെ ഭയങ്കര പ്രോബ്ലമാണ്, അകത്തോട്ട് കയറാൻ ഭയങ്കര പാടാ, അറിയാതെ നിങ്ങൾ നിന്നെ പിടിച്ച പ്രശ്നമാണ്, അങ്ങനെയാണ് ഓരോ കാര്യം പറഞ്ഞു. അപ്പൊ ആ മോൻ അന്ന് മമ്മിയോട് പറഞ്ഞ ഒറ്റ ഒരു വാക്യമാണ് അവരാ എഴുതി വെച്ചത്, അത് മമ്മി, ദ പീപ്പിൾ ഓഫ് ചൈന നീഡ്സ് മീ. അത്രയും മാത്രമേ അവൻ പറഞ്ഞിട്ടുള്ളൂ. അവന്റെ ആ ഒരു ഇവാഞ്ചലിസം കാനഡയിലും അവിടെ മാത്രം വെച്ച് നടന്ന് സ്റ്റോപ്പ് ചെയ്യാനല്ല അവൻ പറഞ്ഞത്. അവൻ പറഞ്ഞത് ദ പീപ്പിൾ ഓഫ് ചൈന നീഡ്സ് മീ. അങ്ങനത്തെ ഒരു വാക്കാണ് ആ മോൻ പറഞ്ഞത്. അതും കൂടി കേൾക്കുമ്പോഴത്തേക്ക് പിന്നെ മമ്മിക്കൊന്നും പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിട്ട് മമ്മി മോനെയും വിട്ടു. മോൻ സെയിം തന്നെ ആ സെയിം ചെക്ക് പോസ്റ്റിൽ തന്നെ എത്തിച്ചേർന്നു. അവൻ്റെ നിന്ന് വീണ്ടും ബൈബിൾ കണ്ടെത്തി അതേ റൂൾസ് തന്നെയായിരുന്നു. അവനെയും ഷൂട്ട് ഡൗൺ ചെയ്ത് അവനെയും വെടിവെച്ചിട്ടു. ഈ ഒരു ആകെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് മക്കളായിരുന്നു. രണ്ട് മക്കളും മാത്രം ഉണ്ടായ ഒരു സിറ്റുവേഷനോടെ തിരിച്ചെത്തിയപ്പോഴത്തേക്ക് രണ്ട് മക്കളും ചൈന ചെക്ക് പോസ്റ്റിലെത്തി മരണപ്പെട്ടെന്നുള്ള സങ്കടത്തോടെ ഇരിക്കുന്ന സമയത്ത് പിന്നെ അവരവിടെ ഒട്ടും വീണില്ല. ആ സിസ്റ്റർ അവരെന്നിട്ടും ഇവാഞ്ചലിസം ആ ഒരു ട്രാജഡി സിറ്റുവേഷനും കൊണ്ട് എനിക്ക് തിങ്ക് ചെയ്യാം, ചിലപ്പോൾ അവര് എന്തൊക്കെയായിരിക്കും ആൾക്കാർ അവരെ പറ്റി പറഞ്ഞ്, എന്തൊക്കെയായിരിക്കും അവരവരുടെ മകനെ കൊലക്കി എന്തെങ്കിലുമൊക്കെ പറഞ്ഞോ. പക്ഷെ അവരതും കൊണ്ട് വെയിറ്റ് ചെയ്യാതെ, സ്റ്റോപ്പ് ചെയ്യാതെ അവർ വീണ്ടും സ്റ്റിൽ ദൈവത്തിന് വേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങി. ദൈവത്തിന് വേണ്ടി വീണ്ടും സ്റ്റോപ്പ് ചെയ്യാതെ വർക്ക് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് അങ്ങനെ ഇരിക്കുമ്പം ഏതൊരു സമയമായിരിക്കുമ്പോൾ അവർക്കും ഒരു കോളിംഗ് കിട്ടുന്നു ദൈവത്തിൽ നിന്ന്, നിങ്ങളും ഇനിയും ചൈനയിൽ പോകണം. അവർ കുറെ കഷ്ടപ്പെട്ടു, അവർ കുറെ ദൈവത്തിനോട്ട് ഇങ്ങനെ സംസാരിച്ച്, അങ്ങനെയാണ് ഞാൻ കഥ കേട്ടപ്പോൾ അങ്ങനെ മനസ്സിലായത്. അവർ കുറെ സ്പിരിച്വൽ വാർഫെയർ കൂടെ നടന്നുപോയി. ഞാൻ പോണോ വേണ്ടയോ, എന്തുവാ സിറ്റുവേഷൻ, ഞാൻ ഇവിടെ നിന്നാ പോരെ എന്ന രീതിക്ക്. അപ്പോഴും അവർക്ക് ആ ഒരു ഒറ്റ ഹൈലൈറ്റ് ചെയ്ത പോയിന്റ് കിട്ടി നോക്കുമ്പം അവരെപ്പോഴും മനസ്സിൽ ഓർത്തൊരു വാക്യം എന്ന് പറയുമ്പോൾ അവരുടെ രണ്ടാമത്തെ മോൻ പറഞ്ഞത് ദ പീപ്പിൾ ഓഫ് ചൈന നീഡ്സ് മീ പറയുന്ന പോലെ പീപ്പിൾ ഓഫ് ചൈന നീഡ്സ് യു എന്നൊരു വാക്കാണ് അവർക്ക് എപ്പോഴാണ് മൈൻഡിൽ സ്ട്രൈക്ക് ചെയ്തുകൊണ്ടേയിരുന്നത്. എന്നിട്ട് അവര് സെയിം ചെക്ക് പോസ്റ്റിൽ എന്തായാലും ബൈബിളും കൊണ്ടാണല്ലോ പോകേണ്ടത്, ഇത് സെയിം ചെക്ക് പോസ്റ്റിൽ ഈ ബൈബിളും കൊണ്ട് പോയി. അവരുടെ രണ്ട് മക്കളും മരിച്ച സെയിം ചെക്ക് പോസ്റ്റിൽ ഈ ബൈബിളും കൊണ്ട് പോയപ്പോൾ എന്താണെന്ന് അറിയത്തില്ല, ഗോഡ്സ് ഗ്രേസ് അവരെ ആ ചെക്ക് പോസ്റ്റിൽ നിന്ന് പാസ് ചെയ്ത് കടന്നു കയറ്റി വിട്ടു. ഇതുപോലെ കുറെ മിഷണറീസിന്റെ ഹാർഡ് വർക്കും സാക്രിഫൈസും ഒക്കെ ഉള്ള റീസണും കൊണ്ട് തന്നെയാണ് മാത്രമാണ് ഡെഫിനറ്റ്ലി ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, ഇന്ന് ചൈനയിൽ എനി കൈൻഡ് ഓഫ് ക്രിസ്ത്യൻ മൂവ്മെന്റ് നടക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും ഈ ഒരു കൈൻഡ് ഓഫ് മൂവ്മെന്റ് മാത്രമാണ്
ഈ ഒരു കൈൻഡ് ഓഫ് സാക്രിഫൈസ് ആൻഡ് ദൈവത്തിന് വേണ്ടി ഇത്രയും സാക്രിഫൈസ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഇന്ന് ചൈനയിൽ എനി കൈൻഡ് ഓഫ് മൂവ്മെന്റ് നടക്കുന്നുണ്ടെങ്കിൽ അത് നടക്കുന്നത്. അപ്പൊ ഇവിടെ ഞാൻ പറയാനുള്ള സിറ്റുവേഷൻ എന്ന് പറയുമ്പം ഈ ഒരു സിസ്റ്റർ എനിക്കൊരു എക്സാമ്പിൾ പോലെയാണ്. അവരൊരു കൈൻഡ് ഓഫ് പെയിൻ, ട്രബിൾസ്, ഒരു മെയിൻ പ്രോബ്ലത്തിൽ കൂടി നിൽക്കുവാണെങ്കിൽ പോലും അവരവിടെ സപ്രസ് ആയിട്ടില്ല. ദൈവം വിളിച്ചു, അവർ ഇന്നിച്ച് വന്നു. ചൈനയിലേക്ക് പോകാൻ പറഞ്ഞാൽ അവർ ഇന്നിച്ച് വന്നു. അതേപോലെ തന്നെ എല്ലാം പ്രോബ്ലത്തിനകത്ത് ദൈവം ചിലപ്പോൾ ജീസസ് ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് തരണമെന്നില്ല. ചിലപ്പോൾ ഒരു കോൾ മാത്രമായിരിക്കും, ഒരു ഐസൈറ്റ് മാത്രമായിരിക്കും. നമ്മൾ എപ്പോഴും നമ്മുടെ കണ്ണും തുറന്ന് ചെവി തുറന്നിരിക്കണം. ഐ മീൻ നമ്മുടെ സറൗണ്ടിങ് ആൾക്കാരോട് പറയുന്നത് കേട്ട് ഇതാണ് അതാണെന്ന് പറഞ്ഞ് നമ്മൾ ഡീമോട്ടിവേറ്റിന്റെ പകരം നമ്മൾ കണ്ണും ചെവിയും തുറന്നിരിക്കണം. ചിലപ്പോൾ ഒരു ദൈവത്തിന് കോളിംഗ് ആയിരിക്കും, കം പോവാൻ സമയമായി. ആ ഒരു കോളിംഗ് കേൾക്കുമ്പോൾ വേണം നമ്മൾ ഇന്നിച്ച് വന്ന് ആ ഒരു പ്രോബ്ലത്തിൽ നിന്ന് ലാസറസും മേരിയും മാർത്തയും ഇന്നിച്ച് വന്ന് രക്ഷപ്പെട്ട പോലെ നമ്മൾ വേണം അതേപോലെ തന്നെ പ്രോബ്ലത്തിൽ നിന്ന് കോളിംഗ് കേട്ടാൽ നമ്മൾ സ്വന്തം എഫേർട്ടും കൊണ്ട് വേണം നമ്മൾ ആ പ്രോബ്ലത്തിൽ നിന്ന് ഇന്നിച്ച് വന്ന് ഇറങ്ങി വരും. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇത് പ്രോബ്ലംസ് നമ്മൾ ഉണ്ടാവും, ബട്ട് നമ്മൾ ആ പ്രോബ്ലം ഇങ്ങനെ കാണുന്നു എന്ന രീതിക്കാണ്. അതിന് നമ്മൾ എപ്പോഴും ഒരു ക്രിസ്ത്യൻ ആവണമെങ്കിൽ ക്രിസ്ത്യൻ ബൈ വേർഡ്സ് മാത്രം പോരാ, ക്രിസ്ത്യൻ ബൈ ഫെയ്ത്ത്, ക്രിസ്ത്യൻ ബൈ ആക്ഷൻ കൂടെ ആകാം. എനിവേ എൻ്റെ മെസ്സേജ് എൻഡ് ചെയ്യുവാണ്. താങ്ക് യു. ഒരിക്കൽ കൂടെ എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നെ ഹോപ്പ്ഫുൾ മിനിസ്ട്രീസിനും പിന്നെ എല്ലാവരും കൂടെ നന്ദി പറയുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. Hallelujah. Praise the Lord. കേൾക്കാവോ? എന്നെ കേൾക്കാവോ? കേൾക്കാം. ഓക്കെ. ഷരമോനെ, പ്രൈസ് ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജ് പറയാൻ